ഡിയർ ചിൽഡ്രൻ, അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്ന് നോക്കാം. അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. അതിനുവേണ്ടി നമ്മുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിലെ 2 പാർട്ടുകളെ ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുകയാണ്. ഓർക്കുന്നില്ലേ ഇവരെ രണ്ടുപേരെയും? ആരാണിത്? ഇത് ജീവ. ജീവ എന്താ ചെയ്തിരിക്കുന്നത്? കടത്തിൽ സാധനങ്ങൾ വിറ്റയാളല്ലേ? അതായത് ജീവയാണ് ബില്ല് ഡ്രോ ചെയ്തിരിക്കുന്ന ആളല്ലേ? ബില്ല് തയ്യാറാക്കി അത് അതിനെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യിച്ച് അതിനെ തിരികെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് ജീവയാണ് അല്ലേ? അപ്പോൾ ജീവയുടെ കയ്യിലിരിക്കുന്ന ഈ ബില്ല് ജീവയെ സംബന്ധിച്ച് ഇനി അറിയപ്പെടുന്നത് എന്തെന്നായിരിക്കുമെന്നോ? ബിൽസ് റിസീവബിൾ എന്നാണ്. ജീവയെ സംബന്ധിച്ച് അത് എന്താണ്? ബിൽസ് റിസീവബിൾ ആണ്. അതായത് ഈ ബില്ലിലെ തുക ജീവയ്ക്ക് കിട്ടാനുള്ളതാണ്. അതുകൊണ്ട് ബിൽസ് റിസീവബിൾ എന്ന് പറയുന്നത് അസറ്റ് ആണ്. ക്ലിയർ? ഇനി ഇത് ആനി എന്താ ചെയ്തിരിക്കുന്നത്? കടത്തില് സാധനങ്ങൾ വാങ്ങിച്ചിരിക്കുന്നയാളാണ് അല്ലേ? അപ്പോൾ ഈ ജീവ തയ്യാറാക്കിയ ബില്ല് അക്സെപ്റ്റ് ചെയ്ത വ്യക്തിയാണ് ആനി. ആനി എന്തെന്നാ വിളിക്കുന്നത്? ഡ്രോയി എന്നാണ് വിളിക്കുന്നത് അല്ലേ? അപ്പോൾ ആനിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ആ ബില്ല് എന്ന് പറയുന്ന ബില്ലിലെ തുക എന്ത് ചെയ്യാനുള്ളതാണ്? കൊടുക്കാനുള്ളതല്ലേ? ബില്ലിലെ തുക കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ ബിൽസ് പേയബിൾ എന്നാണ് പറയുന്നത്. ആനിയെ സംബന്ധിച്ച് ഇപ്പം ബിൽസ് പേയബിൾ എന്ന് പറയുന്നത് എന്താണ്? ലയബിലിറ്റി ആണ്. ക്ലിയർ? അപ്പോൾ ഈ 2 കാര്യം ഓർമ്മയിലിരിക്കണം. അപ്പോൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എപ്പോഴും ഡ്രോയറെ സംബന്ധിച്ച് എന്താണ്? ബിൽസ് റിസീവബിൾ ആണ്. എന്നാൽ ഡ്രോയിയുടെ ബുക്കിൽ ബിൽസ് പേയബിൾ ആണ്. അതായത് ആ തുക ഡ്രോയി കൊടുത്തു തീർക്കാനുള്ളതാണ്. അതെന്ന് പറയുന്നത് എന്താണ്? ലയബിലിറ്റി ആയിരിക്കും. ക്ലിയർ? നെക്സ്റ്റ്, a bill receivable can be treated in the following 4 ways by its receiver. അതായത് ഒരു ബില്ലിനെ അതിൻ്റെ കൈവശക്കാരന് താഴെ പറയുന്ന രീതിയിൽ കൈകാര്യം ചെയ്യാവുന്നതാണ്. ഫസ്റ്റ്, he can retain it till the date of maturity. അതായത് കാലാവധി ദിവസം വരെ ബില്ല് കൈവശം വെച്ച് കാലാവധി പൂർത്തിയാകുന്ന ദിവസം get it collected on the date of maturity directly. നേരിട്ട് പണം കൈപ്പറ്റാം. കാലാവധി പൂർത്തിയാകുന്ന ദിവസം ബില്ല് കൈവശമുള്ള ആൾക്ക് നേരിട്ട് പണം കൈപ്പറ്റാം. അല്ലെങ്കിൽ ബി, get it collected through the bank. ബാങ്ക് മുഖേന പണം സ്വീകരിക്കാം. നെക്സ്റ്റ്, he can get the bill discounted from the bank. ബാങ്കിൽ നിന്ന് ഡിസ്കൗണ്ട് ചെയ്ത് മുൻകൂർ തുക കൈപ്പറ്റാം. തേർഡ് ഓപ്ഷൻ, he can endorse the bill in favor of his creditor. അതായത് ബില്ലിന്റെ പുറംകുറിപ്പ് നടത്തി ബില്ലിന്റെ പുറകിൽ സൈൻ ചെയ്ത് ആളുടെ പേര് വെച്ചിട്ട്, അതായത് ക്രെഡിറ്ററുടെ പേര് വെച്ചിട്ട് അയാൾക്ക് നൽകാം. അതായത് എൻഡോഴ്സ് ചെയ്യാം. ഇങ്ങനെ 3 രീതിയിൽ ബില്ല് കിട്ടുന്ന ആൾക്ക് ഈ 3 രീതിയിൽ ആ ബില്ലിനെ കൈകാര്യം ചെയ്യാം. ഇനി ഇതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിലെ ഫസ്റ്റ് കേസാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കിക്കേ, when the drawer retains the bill with him till the date of his maturity and gets the same collected directly. അതായത് ഡ്രോയർ തനിക്ക് കിട്ടിയ ബില്ല് മച്യൂരിറ്റി ഡേറ്റ് വരെ കീപ്പ് ചെയ്യുകയും മച്യൂരിറ്റി ഡേറ്റിൽ പണം നേരിട്ട് കളക്ട് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഡ്രോയറുടെ ബുക്കിലും ഡ്രോയിയുടെ ബുക്കിലും എങ്ങനെയാണ് എൻട്രികൾ രേഖപ്പെടുത്തേണ്ടതെന്നാണ് ഇതിൽ വിശദമാക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കോളത്തിൽ ട്രാൻസാക്ഷനാണ് തന്നിരിക്കുന്നത്. രണ്ടാമത്തെ കോളത്തിൽ ബുക്ക് ഓഫ് ക്രെഡിറ്റർ, അതായത് കടത്തിൽ സാധനങ്ങൾ വിറ്റ ആളുടെ ബുക്കിൽ അല്ലെങ്കിൽ ബില്ല് ഡ്രോ ചെയ്ത ആളുടെ ബുക്കിൽ എഴുതേണ്ടുന്ന എൻട്രികളാണ് കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ കോളത്തിൽ ബുക്സ് ഓഫ് ഡെപ്റ്റർ, അതായത് കടത്തിൽ സാധനങ്ങൾ വാങ്ങിച്ച ആളുടെ ബുക്കിൽ അല്ലെങ്കിൽ ബില്ല് അക്സെപ്റ്റ് ചെയ്ത ആളുടെ ബുക്കിൽ അല്ലെങ്കിൽ ഡ്രോയിയുടെ ബുക്കിൽ നിന്നും എഴുതാം. അപ്പം അയാളുടെ ബുക്കിൽ എഴുതേണ്ടുന്ന എൻട്രികളാണ് തേർഡ് കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ സെയിൽ ഓർ പർച്ചേസ് ഓഫ് ഗുഡ്സ് അല്ലേ? അതായത് ഡ്രോയറെ സംബന്ധിച്ച് എന്താണ്? സാധനങ്ങൾ വിറ്റതല്ലേ, അതുകൊണ്ട് സെയില്. അപ്പം ഡ്രോയറുടെ ബുക്കിൽ എങ്ങനെയാണ് എൻട്രി വരേണ്ടത്? കടത്തിൽ സാധനങ്ങൾ വിൽക്കുമ്പോഴുള്ള എൻട്രി എങ്ങനെയാണ് വരുന്നത്? സാധനങ്ങൾ വിൽക്കുമ്പോൾ, അതായത് അവിടെ വരുന്ന ഒരു അസറ്റ് എന്ന് പറയുന്നത് ഡെറ്റർ ആണ് അല്ലേ? അതായത് കടത്തിൽ സാധനങ്ങൾ വാങ്ങിച്ച ആള്
അയാളെ എന്തെന്നാ വിളിക്കുന്നത്? ഡെറ്റർ. അപ്പം ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട് അല്ലേ. അതായത് സെയിൽസ് എന്ന് പറയുന്ന ഇൻകം ആണ്, ഇൻകം ഇൻക്രീസ് ചെയ്യുന്നു, അതുകൊണ്ട് സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഡെറ്റർ എന്ന് പറയുന്ന അസറ്റാണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ഡെറ്റേഴ്സിനെ ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ എൻട്രി എങ്ങനെയാണ് വരേണ്ടത്? ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. നമ്മുടെ എക്സാമിനകത്ത് ഡെറ്ററുടെയും ക്രെഡിറ്ററുടെയും ഒക്കെ പേര് വന്നിട്ടുണ്ടാവും, അപ്പോൾ ആ പേര് വെച്ചിട്ട് അങ്ങ് എഴുതിയാൽ മതി. ഇനി ഇവിടെ ഡ്രോയിയുടെ ബുക്കിൽ അല്ലെങ്കിൽ അക്സെപ്റ്ററുടെ ബുക്കിൽ അയാളെ സംബന്ധിച്ച് സാധനങ്ങൾ കടത്തിൽ വാങ്ങിച്ചിരിക്കുന്നതല്ലേ ട്രാൻസാക്ഷൻ. അപ്പം എങ്ങനെയാണ് എൻട്രി വരേണ്ടത്? കടത്തിൽ സാധനങ്ങൾ വാങ്ങിച്ചതിൻ്റെ എൻട്രി കൊടുക്കണം. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് എന്ന്. അതായത് എക്സ്പെൻസ് അല്ലേ പർച്ചേസ് എന്ന് പറയുന്നത്, അപ്പോൾ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുന്നു, അതുകൊണ്ട് പർച്ചേസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു. പിന്നെ ഒരു ലയബിലിറ്റി, പുതിയ ലയബിലിറ്റി അയാൾക്ക് വന്നു അല്ലേ, അതായത് ക്രെഡിറ്റേഴ്സ്, അതായത് അയാൾ പൈസ കൊടുക്കണ്ടേ, അപ്പം ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു, കാരണം ലയബിലിറ്റി ഇൻക്രീസ് ചെയ്തിരിക്കുന്നു. അപ്പം എൻട്രി പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് എന്ന് വരും. ഇനി അടുത്ത ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഒരാൾ ബില്ല് റിസീവ് ചെയ്യുന്നു, ഒരാൾ ബില്ല് അക്സെപ്റ്റ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. അപ്പം ബില്ല് റിസീവ് ചെയ്യുന്ന ആരാണ്? ഡ്രോയറാണ്. അപ്പം ഡ്രോയറുടെ ബുക്കിൽ വരേണ്ട എൻട്രി എന്ന് പറയുമ്പോൾ ബില്ല് റിസീവ് ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പം മുമ്പേ പറഞ്ഞില്ലേ, ഡ്രോയറെ സംബന്ധിച്ച് അത് എന്താണ്? ആസെറ്റാണ്. ഇപ്പോൾ ഒരു ഇത്ര രൂപയുടെ ബില്ല് കയ്യിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ അത്രയും ആസെറ്റ് ഇൻക്രീസ് ചെയ്താണ്. അപ്പം അതുകൊണ്ട് ആ ബിൽസ് റിസീവബിൾ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. ആ ബില്ല് കിട്ടിയപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് വേറൊരു അസറ്റ് കുറഞ്ഞു. ഏതാണ്? ഡെറ്റേഴ്സ് അല്ലേ. അതായത് ഡെറ്റേഴ്സ് അല്ലായിരുന്നു ആദ്യം നമുക്ക് പൈസ തരാനുണ്ടായിരുന്നവരെ വെച്ചിട്ട് നമ്മൾ ഡെറ്റേഴ്സിനെ ഡെബിറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അയാൾ നമുക്ക് ബില്ല് തന്നു, അപ്പം നമ്മൾ ഡെറ്റേഴ്സിനെ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്ത് ആ ഇത് ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഡെറ്റർ എന്ന് പറയുന്ന അസറ്റ് പോയി, പകരം ഏത് അസറ്റ് വന്നു? ബിൽസ് റിസീവബിൾ എന്ന് പറയുന്ന അസറ്റ് വന്നു. അപ്പോൾ എൻട്രി എങ്ങനെ വരണം? ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ ടു ഡെറ്റേഴ്സ് അക്കൗണ്ട് എന്ന് വരണം. ഇനി ഡ്രോയിയുടെ ബുക്കിലോ, ഡ്രോയിയെ സംബന്ധിച്ച് ബില്ല് അക്സെപ്റ്റ് ചെയ്യുകയല്ലേ അയാൾ ചെയ്തത്. അപ്പം അയാൾ ബില്ല് അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്? അപ്പം അയാൾ നമ്മൾ ക്രെഡിറ്റർക്ക് കൊടുക്കാനുണ്ടായിരുന്ന ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തേക്കുമല്ലായിരുന്നോ. അപ്പോൾ ആ ലയബിലിറ്റി അവിടെ കുറയുന്നു, പകരം വേറൊരു ലയബിലിറ്റി അവിടെ വരുന്നു. അതായത് ബില്ലിലെ തുക കൊടുക്കാനുണ്ട്, അതെന്ന് പറയുന്നത് ബിൽസ് പേയബിൾ ലയബിലിറ്റി അല്ലേ. അപ്പോൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബിൽസ് പേയബിൾ അക്കൗണ്ട് എന്ന് പറയും. അതായത് ഇവിടെ ക്രെഡിറ്റർക്ക് നമ്മൾ ഈ ബില്ലങ്ങ് കൊടുക്കുകയാണ്, അപ്പം അവിടെ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്ന ആ ലയബിലിറ്റി അവിടെ ക്യാൻസൽ ചെയ്യുന്നു, പകരം വരുന്ന ലയബിലിറ്റി ബിൽസ് പേയബിൾ അല്ലേ, പുതിയൊരു ലയബിലിറ്റി അവിടെ ഇൻക്രീസ് ചെയ്തിരിക്കുന്നു. അങ്ങനെ നെക്സ്റ്റ് കളക്ഷൻ ഓഫ് ദി ബില്ല്. അതായത് കാലാവധി മച്യൂരിറ്റി ഡേറ്റ് ആകുമ്പോൾ ഈ ബില്ലിലെ തുക ഡ്രോയർക്ക് ലഭിക്കും, ഡ്രോയി അത് ആ ഡേറ്റിൽ കൊടുക്കുകയും ചെയ്യണം. അങ്ങനെ അപ്പം ഡ്രോയറെ സംബന്ധിച്ച് മച്യൂരിറ്റി ഡേറ്റിൽ ആ ബില്ലിലെ തുക ലഭിക്കുന്നു. കിട്ടുമ്പോൾ എങ്ങനെയാണ്? ക്യാഷ് ഓർ ബാങ്ക്. നേരിട്ട് കയ്യിലേക്കാണെങ്കിൽ ക്യാഷ്, ബാങ്ക് അക്കൗണ്ടിലേക്കാണെങ്കിൽ ബാങ്ക്. അപ്പോൾ അവിടെ ഇൻക്രീസ് ചെയ്യുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, അതുകൊണ്ട് അതിനെ ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. ഇനി ക്യാഷ് കിട്ടിയാൽ പിന്നെ അവിടെ മറ്റൊരു ഇത് ക്യാൻസൽ ചെയ്യണം. അതായത് ബിൽസ് റിസീവബിൾ നമ്മൾക്ക് വാങ്ങിച്ചു വെച്ചിട്ടപ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്തിരുന്നില്ലേ, ഇപ്പം അത് കിട്ടി. അപ്പം നമ്മളതിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് കൊടുത്ത് ക്യാൻസൽ ചെയ്യണം. ഇനി ആ ബിൽസ് റിസീവബിൾ ഇല്ല. ബിൽസ് റിസീവബിൾ എന്ന് പറയുന്ന അസറ്റ് പോയി, അതായത് അസറ്റ് കുറഞ്ഞു, പകരം വന്ന അസറ്റ് ക്യാഷ്. അപ്പം ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബിൽസ് റിസീവബിൾ അക്കൗണ്ട് എന്ന്. ഇവിടെയോ ഡ്രോയിയെ സംബന്ധിച്ച് അതെന്ന് പറയുന്നത് എന്താണ്? ബിൽസ് പേയബിൾ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ലയബിലിറ്റി ക്യാഷ് കൊടുക്കുകയാണ്. അപ്പം ക്യാഷ് അക്കൗണ്ടിനെ കണ്ടില്ലേ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത്, ക്യാഷ് പോയിരിക്കുന്നു. ക്യാഷ് ഓർ ബാങ്ക് എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് ചെയ്തേക്കുന്നു. അതുപോലെ അങ്ങനെ ആ ക്യാഷ് അങ്ങ് കൊടുക്കുമ്പോൾ അവിടെ ഇല്ലാതാകുന്ന ലയബിലിറ്റി ഏതാണ്? ബിൽസ് പേയബിൾ. ഇനി ആ ലയബിലിറ്റി ഇല്ല, നമ്മൾ കൊടുത്ത് തീർത്തു, അതുകൊണ്ട് ആ ലയബിലിറ്റി കുറഞ്ഞു, അതുകൊണ്ട് ബിൽസ് പേയബിൾ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു, ക്യാഷ് അക്കൗണ്ടിനെ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്യുന്നു. ഇവിടെ ക്യാഷ് എന്ന് പറയുന്ന അസറ്റാണ് കുറയുന്നത്, അപ്പം അതുകൊണ്ട് ആ അസറ്റിനെ എന്ത് ചെയ്തിരിക്കുന്നു? ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, ഇത്രയും ട്രാൻസാക്ഷൻസ് എല്ലാം നടന്ന ശേഷം ഇതിൻ്റെ നെറ്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത് നോക്കിക്കേ. ഇപ്പം നമ്മുടെ ബുക്കിലെ ഫൈനലായിട്ടുള്ള ഒരു ഡ്രോയറുടെ ബുക്കിലെ ഫൈനൽ ആയിട്ടുള്ള ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നോക്കിക്കേ. ഇവിടെ നമ്മൾ ഡെറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് വന്നിരുന്നു, കണ്ടോ? അതിതേ ഇവിടെ ക്രെഡിറ്റ് വന്നപ്പോൾ അത് ക്യാൻസലായി. ഇനി ഇവിടെ ഒരു ബിൽസ് റിസീവബിൾ അക്കൗണ്ടിന് ഡെബിറ്റ് വന്നു, ഇവിടെ ക്രെഡിറ്റും വന്നിട്ടുണ്ടായിരുന്നു.
ഇപ്പം എല്ലാം കഴിഞ്ഞ് ഇപ്പം നമ്മുടെ ബുക്കിലെ എല്ലാ ബില്ല് സാധനങ്ങൾ കടത്തിൽ വിറ്റു, ബില്ല് അക്സെപ്റ്റ് ചെയ്ത് വാങ്ങിച്ചു, പൈസയും കിട്ടി. ഇപ്പോൾ നമ്മുടെ ബുക്കിലുള്ള എൻട്രി എന്ന് പറയുന്നത് ഏതാണെന്ന് നോക്കിക്കേ. കണ്ടോ, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട്. അതായത് നമ്മൾ കടത്തിൽ സാധനങ്ങൾ വിറ്റതിൻ്റെ നമുക്ക് ക്യാഷ് കിട്ടുകയും ചെയ്തു, അതിൻ്റെ എൻട്രി. മനസ്സിലായല്ലോ? കണ്ടോ, ഫൈനൽ ആയിട്ട് വന്ന ഇഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട് എന്ന്. അതുപോലെ തന്നെയാണ് ഡ്രോയിയുടെ ബുക്കിലും. അല്ലെങ്കിൽ നോക്കിക്കേ, ഇവിടെ നമ്മൾ ഒരു പർച്ചേസ് അക്കൗണ്ട് ഉണ്ട്, ഇവിടെ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവിടെ ഡെബിറ്റ് വന്നപ്പോൾ അത് രണ്ടും ക്യാൻസൽ ആയിപ്പോയി. അതുപോലെ ഇവിടെ ഒരു ബിൽസ് പേയബിൾ അക്കൗണ്ട്, ഇവിടെ ക്രെഡിറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അതിനെ ഡെബിറ്റ് വന്നപ്പോൾ അതും ക്യാൻസൽ ആയിപ്പോയി. പിന്നെ നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ അകത്തെ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. നമ്മൾ പർച്ചേസ് നടത്തി അതിൻ്റെ ക്യാഷ് നമ്മൾ കൊടുത്തതായിട്ടുള്ള ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്, അതിൻ്റെ ഇഫക്റ്റ് അതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് കണ്ടില്ലേ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ രണ്ടു കൂട്ടരുടെയും ബുക്കിൽ ഈ ഇത്രയും ട്രാൻസാക്ഷൻസ് നടന്നു കഴിയുമ്പോൾ എൻട്രികൾ രേഖപ്പെടുത്തേണ്ടത്. അപ്പം ഇത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അത് നമ്മൾ KGC നായുടെ ടെക്സ്റ്റിലാണ് എടുക്കുന്നത്. ഇതിനകത്ത് ഇല്ലസ്ട്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ 4 കേസും ഡിസ്കസ് ചെയ്ത ശേഷം ആണ് ഇത് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് അവിടെ നിൽക്കട്ടെ, നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് KGC നായുടെ ടെക്സ്റ്റിലെ പേജ് നമ്പർ 8.6 ഇല്ലസ്ട്രേഷൻ 1 ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നോക്കിക്കോ. On 1st January 2019, A sold goods to B for ₹5,000 and drew a bill for 3 months. 2019 ജനുവരി 1-ാം തീയതി എ ബിക്ക് 5,000 രൂപയുടെ സാധനങ്ങൾ വിറ്റു. 3 മാസത്തെ കാലാവധി ഇട്ട് ഒരു ബില്ലും തയ്യാറാക്കി. ബി അക്സെപ്റ്റഡ് ദ ബിൽ ആൻഡ് റിട്ടേൺഡ് ഇറ്റ് ടു എ. ബി ഈ ബില്ല് അക്സെപ്റ്റ് ചെയ്തു, അത് തിരികെ എക്കും അക്സെപ്റ്റ് ചെയ്ത ശേഷം തിരികെ എക്ക് കൊടുക്കുകയും ചെയ്തു. ദ ബിൽ ഈസ് ഹോണേഡ് ഓൺ ഡ്യൂ ഡേറ്റിൽ അല്ലെങ്കിൽ മച്യൂരിറ്റി ഡേറ്റിൽ ബില്ല് പാസ്സാവുകയും ചെയ്തു. അതായത് ബില്ലിലെ തുക ഡ്രോയർക്ക് കൊടുത്തു. പാസ് എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് എ ആൻഡ് ബി. എയുടെയും ബിയുടെയും ബുക്കിലെ എൻട്രീസ് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഡ്രോയറുടെ ബുക്കിലെ എൻട്രി കൊടുക്കാം. ഇവിടെ ഡ്രോയർ എന്ന് പറയുന്നത് ആരാണ്? എ ആണ് അല്ലേ. അതായത് എ ആണ് കടത്തിലെ സാധനങ്ങൾ വിറ്റിരിക്കുന്നയാൾ, ബില്ല് തയ്യാറാക്കിയിരിക്കുന്നയാളും എ ആണ്. അപ്പം അതുകൊണ്ട് ആദ്യം എയുടെ ബുക്കിൽ എഴുതാം. ആദ്യം എഴുതേണ്ടത് ഏതാണ്? കടത്തിൽ സാധനങ്ങൾ വിറ്റതിൻ്റെ എൻട്രി ഇല്ലേ. 5,000 രൂപയുടെ സാധനങ്ങൾ കടത്തിൽ വിറ്റു. ആർക്ക് വിറ്റു? ബിക്ക് വിറ്റു. അപ്പം എങ്ങനെയാണ് എൻട്രി എഴുതേണ്ടത്? ബീസ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട് എന്നല്ലേ. അതായത് ബി എന്ന് പറയുന്ന ആളല്ലേ ഡെറ്റർ. ഇവിടെ ഡെറ്ററുടെ പേരുണ്ട്, ബിക്കാണ് വിറ്റത്, അതുകൊണ്ട് ബീസ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട് എന്ന് വരും. അതിൻ്റെയൊക്കെ ലോജിക്ക് അറിയാമല്ലോ, ഞാനത് പറയുന്നില്ല. 5,000 രൂപ വെച്ചിട്ടാണ് അതിൻ്റെ നരേഷൻ കൊടുക്കുക. ഡേറ്റ് ജനുവരി 1-ാം തീയതി. ഇനി അടുത്ത എൻട്രി കൊടുക്കേണ്ടത് എന്താണ്? ബില്ല് അക്സെപ്റ്റ് ചെയ്ത് തിരികെ വാങ്ങിക്കുന്നു അല്ലേ. അതായത് ബിയുടെ കയ്യിൽ നിന്നും ബില്ല് അക്സെപ്റ്റ് ചെയ്ത് അത് തിരിച്ച് എ വാങ്ങിക്കുന്നതിൻ്റെ എൻട്രിയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ 1-ാം തീയതി തന്നെ എന്ത് കിട്ടുന്നു? അവളുടെ എയുടെ കയ്യിലേക്ക് ബില്ല് റിസീവബിൾ കിട്ടുകയില്ലേ. അപ്പോൾ ബിൽസ് റിസീവബിൾ, അതായത് പുതിയ അസറ്റ് വന്നിരിക്കുന്നു. ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ ടു ബീസ് അക്കൗണ്ട് അല്ലേ. അപ്പം ബിയുടെ കയ്യിൽ നിന്നാണ്, അതായത് ഡെറ്ററായ ബി ആണ് എന്ത് കൊടുത്തിരിക്കുന്നത്? ബില്ല് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇനി ബിയുടെ അക്കൗണ്ട് ഇല്ല, അതായത് ഇവിടെ അസറ്റ് കുറയുകയാണ് അല്ലേ. ബി എന്ന് പറയുന്ന ഡെറ്റർ ഇല്ല, പകരം ഏത് അസറ്റ് വന്നു? ബിൽസ് റിസീവബിൾ വന്നു. ഇനി എന്താണ്? മച്യൂരിറ്റി ഡേറ്റിൽ ബില്ലിലെ തുക ഈ ഡ്രോയർക്ക് കിട്ടുന്നു. അപ്പം നമ്മളിവിടെ മച്യൂരിറ്റി ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പഠിച്ചതല്ലായിരുന്നോ? അതായത് ഇവിടെ ബില്ല് ഡ്രോ ചെയ്തിരിക്കുന്ന ഡേറ്റ് എന്നാണ്? ജനുവരി 1-ആണ്. അപ്പം ജനുവരി 1 തൊട്ട് 3 മാസമാണ്. അപ്പം എത്ര മാസമായി? ഇപ്പം ജനുവരി 1 അപ്പോൾ ഫെബ്രുവരി 1, മാർച്ച് 1, ഏപ്രിൽ 1-നാണ് 3 മാസമായത്. അപ്പോൾ 3 months + 3 days അല്ലേ. അപ്പം ഏപ്രിൽ 1-ന് ശേഷം എന്ന് പറയുമ്പോൾ ഏപ്രിൽ 1, 2, 3 അത് കഴിഞ്ഞ് വരുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഏപ്രിൽ 4-ആണ്. അപ്പം മച്യൂരിറ്റി ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 4-ആണ്. ഏപ്രിൽ 4-ന് ഡ്രോയി പൈസ തരുന്നല്ലേ. അപ്പം അതിൻ്റെ എൻട്രി ഇപ്പം എങ്ങനെയാണ്? ക്യാഷ് കിട്ടുവാണ്. 5,000 രൂപ ഈ എയുടെ കയ്യിലേക്ക് കിട്ടുകയാണ്. അപ്പം ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ. പിന്നെ അവിടെ പിന്നെ ഒരസറ്റ് ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് വന്നു, പകരം ഒരു അസറ്റ് കുറഞ്ഞു. ഏതാണ്? ബിൽസ് റിസീവബിൾ. ക്യാഷ് തന്നു കഴിഞ്ഞാൽ പിന്നെ ബിൽസ് റിസീവബിൾ എന്ന് പറയുന്ന ഒരു അസറ്റ് അവിടെ ഉണ്ടോ? ഇല്ല. അപ്പോൾ അത് ക്യാൻസൽ ചെയ്തേക്കുന്നു. അപ്പം മെറ്റ് ദ ബിൽ ഓൺ ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞ് അതിൻ്റെ നരേഷനും കൊടുത്തിരിക്കുന്നു. ഇനി വേണ്ടത് ഡ്രോയിയുടെ ബുക്കിലെ എൻട്രിയാണ്.
അതായത് കടത്തിൽ സാധനങ്ങൾ വാങ്ങിച്ചിരിക്കുന്ന ആൾ അല്ലേ. അപ്പോൾ അയാളെ സംബന്ധിച്ച് ആദ്യം കടത്തിൽ സാധനങ്ങൾ വാങ്ങിച്ചതിൻ്റെ എൻട്രിയാണ് കൊടുക്കേണ്ടത് ജനുവരി 1-ാം തീയതി. അപ്പോൾ ഉള്ള എൻട്രി എങ്ങനെയാണ്? പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു എയ്സ് അക്കൗണ്ട് എന്ന് വരും. അപ്പോൾ പർച്ചേസ് എന്ന് പറയുന്ന എക്സ്പെൻസ്, അയാളെ സംബന്ധിച്ച് എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്തു, അതുകൊണ്ട് പർച്ചേസിനെ ഡെബിറ്റ് ചെയ്തു. പിന്നെ അവിടെ ഒരു പുതിയ ലയബിലിറ്റി വന്നു. ആരാണ്? ക്രെഡിറ്റർ ആണ്. എ എന്ന പേര് തന്നിട്ടുണ്ട്. അപ്പോൾ എയ്സ് അക്കൗണ്ട് അല്ലേ. അപ്പം പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു എയ്സ് അക്കൗണ്ട്, പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം എ ഓൺ ക്രെഡിറ്റ് 5000 രൂപ തന്നെ. ഇനി ജനുവരി 1-ാം തീയതി ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്? ബില്ല് അക്സെപ്റ്റ് ചെയ്യുന്നില്ലേ. അപ്പോൾ അതിൻ്റെ എൻട്രി കൊടുക്കണ്ടേ. അപ്പം ബില്ല് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അവിടെ പുതിയൊരു ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, ബിൽസ് പേയബിൾ. അപ്പം ബിൽസ് പേയബിളിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു ലയബിലിറ്റി അവിടെ കുറയുന്നു. ഏതാണ്? ക്രെഡിറ്റർ എന്ന് പറയുന്ന ലയബിലിറ്റി. ഇനി ക്രെഡിറ്റർ ഇല്ല, അയാൾക്ക് എന്ത് കൊടുക്കുക? ബിൽസ് പേയബിൾ കൊടുക്കുമല്ലോ. അപ്പം അവിടെ ഒരു കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ലയബിലിറ്റി കുറയുന്നു, എയ്സ് അക്കൗണ്ട്. അപ്പം എയ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബിൽസ് പേയബിൾ അക്കൗണ്ട് എന്ന് വേണം കൊടുക്കാനായിട്ട്. ഇനി ഏപ്രിൽ 4-ാം തീയതി എന്താണ്? മച്യൂരിറ്റി ഡേറ്റ്. മച്യൂരിറ്റി ഡേറ്റിൽ ഈ ഡ്രോയി ബില്ലിലെ തുക ഡ്രോയർക്ക് കൊടുക്കുകയാണ്. അപ്പം നോക്കിക്കേ, ഡ്രോയിയുടെ കയ്യിൽ നിന്നും ക്യാഷ് അത്രയും പോവുകയാണ് അല്ലേ. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കുറയുന്നു. അപ്പോൾ അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തു. ക്യാഷ് പോകുമ്പോൾ അതുപോലെ മറ്റൊരു ലയബിലിറ്റി അവിടെ കുറയുകയാണ്. ഏതാണ്? ബിൽസ് പേയബിൾ എന്ന് പറയുന്നത്. അപ്പം ബിൽസ് പേയബിൾ അക്കൗണ്ടിനെ ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുന്നത് കാരണം ബിൽസ് പേയബിളിനെ എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് ചെയ്യുന്നു. അപ്പം ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്ന് വേണം എൻട്രി വരാനായിട്ട്. നോക്കിക്കേ, എല്ലാ ട്രാൻസാക്ഷൻസും രേഖപ്പെടുത്തിയ ശേഷമുള്ള ഇതിൻ്റെ നെറ്റ് ഇഫക്റ്റ് നോക്കിക്കേ. ഇവിടെ ബിയുടെ അക്കൗണ്ടിന് ഡെബിറ്റ് വന്നിട്ടുണ്ട്, ഇവിടെ ബിയുടെ അക്കൗണ്ട് ക്രെഡിറ്റ് വന്നിട്ടുണ്ട്. അത് ക്യാൻസലായി. പിന്നെ ഇവിടെ ഒരു ബിൽസ് റിസീവബിൾ ഡെബിറ്റ് ഉണ്ട്, ബിൽസ് റിസീവബിൾ ക്രെഡിറ്റ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ബുക്കിൽ വന്നേക്കുന്നത് എന്താണ്? നോക്കിക്കേ, കടത്തിൽ സാധനങ്ങൾ വിറ്റു, അതിൻ്റെ പൈസ കിട്ടിയപ്പോൾ ഉള്ള എൻട്രി ഇങ്ങനെയാണ്: ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട് അല്ലേ. ആ വിൽപ്പനയുടെ പണം കിട്ടിയതായിട്ട് നമ്മുടെ ബുക്കിൽ വന്നു. അതുപോലെ തന്നെ ഇവിടെ എയുടെ അക്കൗണ്ടിന് ക്രെഡിറ്റ് വന്നിട്ടുണ്ട്, ഇവിടെ ഡെബിറ്റ് വന്നിട്ടുണ്ട്, ക്യാൻസലായി. ബിൽസ് പേയബിൾ ഇവിടെ ക്രെഡിറ്റ്, ഇവിടെ ബിൽസ് പേയബിൾ ഡെബിറ്റ്. ഇനി അതിൻ്റെ നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് നോക്കിക്കേ, എന്താണ്? സാധനങ്ങൾ വാങ്ങിച്ചതിൻ്റെ എൻട്രി, ക്യാഷ് കൊടുത്തു, സാധനങ്ങൾ വാങ്ങിച്ചതിൻ്റെ എൻട്രി നോക്കിക്കേ, പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അതിൻ്റെ ഫൈനൽ ഇഫക്റ്റ് എന്ന് പറയുന്നത് അങ്ങനെയാണ് ബുക്കിൽ വരുന്നത്. ഇപ്പം നമ്മൾ ഒരു കേസാണ് ഡിസ്കസ് ചെയ്തുള്ളൂ. ബിൽ റീറ്റെയിൻഡ് ബൈ ദി ഡ്രോയർ ടിൽ ഡ്യൂ ഡേറ്റ് വരെ ഡ്രോയർ ബില്ല് റിറ്റെയിൻ ചെയ്യുകയും മച്യൂരിറ്റി ഡേറ്റിൽ പണം സ്വീകരിക്കുകയും ചെയ്യുന്ന കേസ്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. താങ്ക് യു.